ആർട്ട് ഓഫ് ലിവിംഗ് കാലടി തോട്ടുവ ആശ്രമത്തിൽ നവരാത്രി ആഘോഷങ്ങൾ ശനിയാഴ്ച വൈകിട്ട് 6-ന് ട്രാവൻകൂർ സിമൻസ് മുൻ MD ബാബു ജോസഫ് ഉദ്ഘാടനം ചെയ്യും. കവിയും സാഹിത്യകാരനുമായ വേണു വി ദേശം നവരാത്രി സന്ദേശം നൽകും. തോട്ടുവ മംഗളഭാരതി ആശ്രമം സ്വാമിനി ജ്യോതിർമയി അനുഗ്രഹ പ്രഭാഷണം നടത്തും. പ്രിയ വിനയ് TS ശ്രീജിത്ത് എന്നിവർ പങ്കെടുക്കും. 5, 6, 7 തീയതികളിൽ വൈകിട്ട് നൃത്ത സംഗീത പരിപാടികൾ ഉണ്ടായിരിക്കും. 8-ന് രാവിലെ മഹാഗണപതി ഹോമം ആരംഭിക്കും. പ്രസ് മീറ്റ് വിളിച്ചിരുന്നത് ആർട്ട് ഓഫ് ലിവിംഗ് ആശ്രമത്തിലെ നവരാത്രി ആഘോഷങ്ങളെക്കുറിച്ച് അറിയിക്കാനായിട്ടാണ്. 5-ാം തീയതിയാണ് നവരാത്രി ആഘോഷങ്ങളുടെ ഉദ്ഘാടനത്തോടെ തുടങ്ങുന്നത്. 5-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് ആശ്രമം എഡ്യൂക്കേഷൻ ഹാളിൽ വെച്ച് അതിൻ്റെ ഉദ്ഘാടനം ബാബു ജോസഫ് സാറാണ് ഉദ്ഘാടനം. പിന്നെ വേണു ദേശത്തിന്റെ നവരാത്രി സന്ദേശം ഉണ്ടാവും. ഇവിടെ ഇതിന് തൊട്ടടുത്തുള്ള മംഗളഭാരതി ആശ്രമത്തിൽ നിന്ന് സ്വാമി ജ്യോതിർമയ പ്രഭാഷണം നടത്തും. ആശ്രമം കമ്മിറ്റി മെമ്പറായ ശ്രീമതി പ്രിയ വിനയ് സ്വാഗതവും എറണാകുളം ജില്ലാ പ്രസിഡന്റായ ശ്രീ TS ശ്രീജിത്ത് നന്ദിയായിരുന്നു. ഇതാണ് നമ്മുടെ ഉദ്ഘാടന ചടങ്ങിൻ്റെ പരിപാടി. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം എല്ലാ ദിവസവും 5, 6, 7 തീയതികളിൽ വൈകുന്നേരം അവിടെ കലാപരിപാടികളുണ്ടാവും. പാട്ടുപ്രേമികളുള്ളവരും ജാതികളെന്ന് പറഞ്ഞ കലാപരിപാടികൾ അവതരിപ്പിക്കും. 7-ാം തീയതി തൊട്ടാണ് 8-ാം തീയതി തൊട്ടാണ് നമ്മുടെ പൂജകളും ഹോമങ്ങളും ഒക്കെ നടക്കുന്നത്. 8-ാം തീയതി രാവിലെ കേൾക്കാമോ? ശരിക്കും ക്ലിയർ ആണ് അവിടെ? ഓക്കെ. 8-ാം തീയതി നമ്മുടെ നവരാത്രി പൂജ അതുമായിട്ട് ബന്ധപ്പെട്ട ഹോമങ്ങളൊക്കെ നടക്കുന്നത്. ബാംഗ്ലൂർ ആശ്രമത്തിൽ നിന്നുള്ള വൈദിക ശ്രേഷ്ഠന്മാരാണ് ആശ്രമത്തിലെ പൂജകൾക്ക് നേതൃത്വം നൽകുന്നത്. 9-ന് രാവിലെ 9:15 മഹാരുദ്രഹോമം, വൈകിട്ട് 6-ന് ചണ്ഡി കലശ സ്ഥാപനം, ചണ്ഡി പാരായണം എന്നിവ നടക്കും. 10-ന് രാവിലെ 8:30 നവചണ്ഡി ഹോമം, ഉച്ചയ്ക്ക് 12:30 മഹാപൂർണാഹുതി, വൈകിട്ട് 6-ന് പൂജവയ്പ്, 11-ന് വൈകിട്ട് 6-ന് സരസ്വതി പൂജ, 12-ന് രാവിലെ 9-ന് പൂജയെടുപ്പ്, തുടർന്ന് വിദ്യാരംഭം. നവരാത്രി ഹോമങ്ങൾക്ക് ബാംഗ്ലൂർ ആശ്രമം വൈദിക പ്രമുഖർ നേതൃത്വം നൽകുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ബ്രഹ്മചാരി ദേവദത്ത, PV ദേവരാജ്, ശ്രീകുമാർ വാഗലിൽ എന്നിവർ അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക.